നമസ്കാരം. ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു എങ്കിലും എന്തിനും പരിഹാരം കാണുന്ന രീതിയിലേക്ക് നമ്മളുടെ ഗവേഷണ ലോകം വളർന്നു എങ്കിലും ഭൂമിയിൽ ഇപ്പോഴും ആർക്കും മനസ്സിലാകാത്ത ചില സമസ്യകൾ അവശേഷിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ആരെല്ലാം ശ്രമിച്ചിട്ടും ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പരമാർത്ഥം. അർജൻറ്റീനയിലെ ഒരു തടാകവും അതിൽ സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ തടാകത്തെയും ദ്വീപിനെക്കുറിച്ചുമുള്ള ഗവേഷണങ്ങളിലാണ് ഇപ്പോൾ നിരവധി ശാസ്ത്രജ്ഞന്മാർ ഏർപ്പെട്ടിരിക്കുന്നത്. ദി ഐ എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് വൃത്താകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിറയെ പച്ചപ്പ് നിറഞ്ഞ സസ്യജാലങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഈ ഭൂഭാഗം തടാകത്തിലൂടെ ഒഴുകി നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. തടാകത്തിനരികിലുള്ള ഏതെങ്കിലും അന്യഗ്രഹ ജീവികളുടെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണോ ഈ ദ്വീപെന്ന് പോലും പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ പ്രദേശം സന്ദർശിച്ചിട്ടുള്ളവർ പറയുന്നത് കൃത്യമായ വൃത്താകൃതിയിലാണ് ഈ ചെറുദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. തടാകത്തിന് പിന്നിലെ ദുരൂഹതകൾ കണ്ടെത്താനായി പ്രശസ്ത അർജൻറ്റീനിയൻ ഡോക്യുമെൻ്ററി സംവിധായകനായ സെർജിയോ ന്യൂസ്പില്ലർ ഒരിക്കൽ ഇതിന് മുകളിലൂടെ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നു. തുടർന്ന് ദ്വീപിലേക്ക് അദ്ദേഹം നേരിട്ട് എത്തിയിരുന്നു. തടാകവും അവിടുത്തെ ദ്വീപും ചുറ്റി നടന്ന് കണ്ട അദ്ദേഹം പിന്നീട് പറഞ്ഞത് ആകാശത്തു നിന്ന് കാണുന്നത് പോലെ കൃത്യമായ വൃത്താകൃതിയിൽ തന്നെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഇതെങ്ങനെയാണ് ഇതിന് വൃത്താകൃതി ഇത്രയും കൃത്യമായി ലഭിച്ചത് എന്ന് ഇനിയും ആർക്കും മനസ്സിലായിട്ടില്ല. തടാകത്തിലെ വെള്ളം കറുത്ത നിറത്തിലാണ് ദൂരെ നോക്കുമ്പോൾ കാണപ്പെടുന്നത് എങ്കിലും അടുത്തെത്തുമ്പോൾ തെളിഞ്ഞ ജലമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതും മറ്റൊരു വിചിത്ര പ്രതിഭാസമാണ്. കാരണം ഒരു തടാകത്തിലെ വെള്ളം തന്നെ കറുത്ത നിറത്തിലും തെളിഞ്ഞ രീതിയിലും കാണപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അർജൻറ്റീനയിലെ ഇതിന് സമീപമുള്ള പല തടാകങ്ങളിലുമുള്ളത് ഉഷ്ണജലമാണെങ്കിൽ ഇവിടെയുള്ളത് തണുത്ത ജലമാണ്. ജലപ്രവാഹങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ദ്വീപിന് ഇത്തരത്തിലുള്ള ഒരു വൃത്താകൃതി കൈവന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. 2016 ഈ തടാകത്തിൻ്റെയും ദ്വീപിൻ്റെയും ദുരൂഹതകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിനായി ഒരു സംഘം ഗവേഷകരും ചരിത്ര പ്രവർത്തകരും ഒത്തുചേർന്നിരുന്നു. ഇവർ വൻതോതിലുള്ള ഫണ്ട് ശേഖരണമൊക്കെ നടത്തിയിരുന്നു. തുടർന്നാണ് ഈ വിഷയത്തിലെ ഗവേഷണത്തിലേക്ക് വലിയൊരു സംഘം എത്തിച്ചേർന്നത്. ഈ ടീമിലുണ്ടായിരുന്ന ന്യൂയോർക്കുകാരനായ റിച്ചാർഡ് പെട്രോണി എന്ന എഞ്ചിനീയർ ദി ഐ എന്നറിയപ്പെടുന്ന ഈ ചെറുദ്വീപിനെക്കുറിച്ച് വിശദമായി പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഈ ദ്വീപിൻ്റെ ഭൂപ്രകൃതി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായ വൃത്താകൃതിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ദ്വീപ് രൂപം കൊണ്ടത് എന്നും അദ്ദേഹം അത്ഭുതത്തോടെ പറയുന്നു. മാത്രമല്ല ഇവിടുത്തെ ജലത്തിൻ്റെ പ്രത്യേകതകൾ മറ്റ് സമീപപ്രദേശങ്ങളിലുള്ള തടാകങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് എന്ന കാര്യം അദ്ദേഹം എടുത്തു കാട്ടുന്നു. അതേസമയം അന്യഗ്രഹ ജീവികളെയും പ്രേതങ്ങളെയും മുഖ്യ കഥാപാത്രങ്ങളാക്കി നിർമ്മിക്കുന്ന ഒരു സിനിമയുടെ ലൊക്കേഷൻ തേടി നടന്ന ഒരു സംഘം സിനിമാ പ്രവർത്തകരാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കണ്ടെത്തിയത്. പിന്നീട് അങ്ങോട്ട് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിരന്തരമായ അന്വേഷണങ്ങളും ഗവേഷണങ്ങളുമൊക്കെ തന്നെയാണ് നടന്നത്. ലോകത്ത് ബർമുഡ ട്രയാങ്കിളൊക്കെ പോലെയുള്ള ഇനിയും മനുഷ്യന് മനസ്സിലാകാത്ത ഒരുപാട് പ്രതിഭാസങ്ങളുള്ള നിരവധി ഭൂഭാഗങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇവയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തണമെങ്കിൽ പോലും അവിടെ എത്തി നേരിട്ട് ആണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ചില ഭൂഭാഗങ്ങളിലാകട്ടെ മനുഷ്യന് നേരിട്ട് ചെന്ന് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. പലപ്പോഴും വിമാനങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ദ ഐ എന്ന ഈ ഒരു ചെറുദ്വീപിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അവർ അവിടെ എത്തി നേരിട്ട് പഠനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതെങ്ങനെയാണ് ഇത് വൃത്താകൃതിയിൽ രൂപം കൊണ്ടത് എന്നും ഇവിടുത്തെ വെള്ളത്തിൻ്റെ ചില പ്രത്യേകതകളുമൊക്കെ തന്നെ ഗവേഷകരെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ്. ഇതെങ്ങനെയാണ് ഇതെല്ലാം സാധ്യമായത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പലരും ഇപ്പോൾ പറയുന്നത് ഇത് അന്യഗ്രഹ ജീവികളുമായി ബന്ധമുള്ള എന്തോ ഒരു പ്രതിഭാസമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുമാണ്.